ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ടോക്കിംഗ് ഗൈസ്. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേക്കാണ്, മുട്ട വെച്ചിട്ടുള്ള കേക്ക്. അപ്പം ഇന്നലെ ലാവ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അവനി. അപ്പൊ അത് ഭയങ്കര നല്ല ടേസ്റ്റ്. അപ്പൊ ഇന്ന് ഞാൻ അവനിക്ക് വേണ്ടിയിട്ട് ഇന്ന് സാധാ ഒരു കേക്ക് ഉണ്ടാക്കുകയാണ്. നമുക്ക് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ആദ്യം തന്നെ മുട്ട ഓരോന്നായിട്ട് ഇങ്ങനെ പൊട്ടിച്ചൊഴിക്കണം. മിക്സിയുടെ ജാറിലേക്ക് മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ 5 മുട്ടയാണ് എടുത്തത്. 5 മുട്ട ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇതുപോലത്തെ സ്റ്റീൽ ഗ്ലാസ് എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഓയിൽ ഈ ഗ്ലാസിന്റെ പകുതി ഓയിൽ, അതായത് ഈ ഗ്ലാസിന്റെ ഇത്ര പകുതി ഓയിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് വേണ്ടത് പഞ്ചസാര ഓരോരുത്തരും മധുരത്തിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ. ഞാനിവിടെ പഞ്ചസാര ഏകദേശം ഈ ഗ്ലാസിന്റെ ഒരു 1/4 ഭാഗത്തോളം ഞാൻ എടുക്കുന്നുണ്ട്. ഞാൻ കേക്കിനോട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായതുകൊണ്ട്, മധുരം കുഴപ്പമില്ലാത്തതുകൊണ്ട് നമ്മൾ ഇത്രയും പഞ്ചസാര എടുക്കുന്നുണ്ട്. അപ്പൊ അതിലത്രയും പഞ്ചസാര ഇട്ടതിന് ശേഷം നമ്മള് ഇത് ടൈഗറിന്റെ വാനില എസൻസ്, ഇത് ഏകദേശം ഒരു ഈ മൂടി തന്നെ എടുത്താൽ മതി. ഞാനിവിടെ ഇതിന്റെ എസൻസ് വലിയ ടേസ്റ്റ് നമുക്ക് ആർക്കും വലുതില്ല, അതുകൊണ്ടൊരു രണ്ട് തുള്ളി മാത്രമേ ഇടുന്നുള്ളൂ. അതിട്ട് അടച്ചു വെച്ച് ശേഷം കുറച്ച് റവ, ഒരു അല്പം റവ, അതായത് ഈ ഗ്ലാസിന്റെ ഒരു 1/4 ഭാഗം എന്നൊക്കെ പറയാം, അത്രയും റവ നമ്മൾ ഇതിലോട്ട് ഇടുന്നുണ്ട്. ഇത്രയും റവ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് മൈദയാണ് വേണ്ടത്. അപ്പം അത് ഗ്ലാസിന്റെ 1/4 ഭാഗത്തോളം എന്തെടുത്തിട്ടുണ്ട്. 1/4 ഭാഗം എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് താഴെയിട്ട് മൈദ, അരിച്ചു വെച്ച മൈദയാണ്. അതും കൂടി ഇതിനോട് നന്നായിട്ട് നമ്മൾ തട്ടിക്കൊടുത്തു. നന്നായിട്ട് മിക്സി അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ക്രഷ് ചെയ്യാം. നന്നായി മിക്സിയിൽ അടിക്കാം. ചെറിയ തോതിലൊരു ഉപ്പ്, ഞാൻ അത് ആദ്യം ഇടാൻ മറന്നുപോയേ, അതുകൊണ്ടാണ് ഇടുന്നേ. കുറച്ച് ഉപ്പ്, ഒരു പേരിന് മാത്രം ഉപ്പിടണേ. അതോടെ എടുത്ത് നമുക്ക് കുറച്ച് അടി കട്ടിയുള്ള ഒരു പാത്രം എടുക്കണം കേട്ടോ. ഈ അടി കട്ടിയുള്ള പാത്രത്തിലേക്ക്, നമ്മളിങ്ങനെ എടുത്ത പാത്രത്തിലേക്ക് അല്പം ഓയിലാണ് തടവി കൊടുക്കുന്നത്. ഓയിൽ ഇങ്ങനെ എടുത്ത് നമ്മൾ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം കേട്ടോ. എൻ്റെ അടുത്ത് അത് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇത് വെളിച്ചെണ്ണ വെച്ചിട്ട് തടവി കൊടുക്കുക. അതൊന്ന് അടി പിടിക്കാതിരിക്കാൻ വേണ്ടി നന്നായിട്ട് ഇങ്ങനെ ആക്കി കൊടുത്തു. ഇനി നമ്മള് ബാക്കി വെച്ച ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നമ്മള് അയച്ചു വെച്ച ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഒരു ദോശമാവിന്റെ പരുവത്തിലൊരു തിക്ക് കൺസിസ്റ്റൻസി ആണ് ഇതിന്റെ ഒരു ഇത് വരുന്നത്. അതായത് അധികം ലൂസും അല്ല, അധികം കട്ടിയല്ലാത്ത രീതിയിൽ നമ്മളിത് ആയിരിക്കണം. അതിനുശേഷം പാത്രം ഒന്ന് നമ്മളിങ്ങനെ മുട്ടി കൊടുക്കണം. കാരണം എന്താ വെച്ചാല് നമ്മളിങ്ങനെ ഒരു ഹോള് വന്നിട്ടുണ്ട് മൈദ ചേർത്ത കൊണ്ട്. അപ്പൊ അതൊന്ന് കറക്റ്റ് ഇതാവാൻ വേണ്ടി നമ്മളൊന്ന് ഇങ്ങനെ ജസ്റ്റ് തട്ടി കൊടുക്കാം. അപ്പൊ എല്ലാ സ്ഥലത്തും ആ ഒരു ഇത് മാറിയിട്ട് ഇങ്ങനെ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഒരു കുക്കർ എടുക്കണം. ഇത് കട്ടിയുള്ള ഒരു പാത്രം ഇറക്കി വെച്ചിട്ടുണ്ട്. കൊടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സോ കാര്യങ്ങളോ ഇട്ട് കൊടുക്കാം കേട്ടോ. എനിക്ക് ഇവിടെ നട്ട്സ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ നട്ട്സ് ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. ജസ്റ്റ് ഒരു കേക്ക് മുഖത്തിലാക്കണം. അപ്പൊ ഇത് ഒന്ന് അടച്ചു വെക്കുക. ഈ വിസിൽ ഊരി വെക്കണം കേട്ടോ. വിസിൽ ഊരി വെച്ചതിന് ശേഷം ഇത് കുക്കറിനകത്ത് അടച്ചു വെച്ചിട്ട് നമ്മള്
ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. ലോ ഫ്ലെയിമില് ഒരു 10-15 മിനിറ്റ്. അത് ആ ഒരു ഇത് വരുന്ന നമുക്ക് മണം വരും. ആ മണം ഓക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെ പറയാൻ വെക്കാം. അപ്പൊ നമുക്കൊരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും കാണാം. കേക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, കേക്ക് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. നമ്മള് ഇത് ആയിട്ടുണ്ടോന്ന് ജസ്റ്റ് നോക്കുന്നത് എങ്ങനെയാണ്, ഒരു കോലെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുക. കുത്തി നോക്കുമ്പോൾ ഇതില് ഇതായിട്ടില്ലെങ്കിൽ കേക്ക് ആയിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ ഓക്കെ. മുകളിൽ ശരിക്കും ഒരു പാത്രം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ല ഇങ്ങനെ നന്നായിട്ട് വെക്കുമായിരുന്നേ. ഞാൻ വെക്കാത്തോണ്ടാണ് ഇതിങ്ങനെ പൊങ്ങി വന്നത്. വേണേൽ നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ വീട്ടിൽ തന്നെ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇത്ര പ്രശ്നമില്ല. അപ്പൊ നമ്മളിതിങ്ങനെ കട്ട് ചെയ്യാണ്. കട്ട് ചെയ്ത് മാറ്റിയപ്പോ ഇത് കേക്ക് നല്ല തണിഞ്ഞിട്ടുണ്ട്. തണിയാണ് ഒന്നുകൂടിയും. കണ്ടോ, നല്ല പഫി പഫി ഫഫി എന്ന് പറയുന്ന കേക്കാണ്. സൂപ്പർ ടേസ്റ്റ്. പക്ഷെ കുറച്ച് ചൂട് കുറയണം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ട്രൈ ചെയ്യണം മസ്റ്റ് ആയിട്ട്. ആവണി കൊടുക്കാം. സൂപ്പറാ, അടിപൊളി അല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ നിങ്ങളെല്ലാം എന്ത് ചെയ്യണം, ഇങ്ങോട്ട് വാന്ന്. ഇങ്ങോട്ട് കേക്കാണ് ഉണ്ടാക്കിയത്. ചൂടുണ്ട്. എങ്ങനെയുണ്ട്? ഒന്നും പറയില്ല, അടിപൊളി. ചൂടുണ്ട്. തണിയണം നന്നായി. തണിഞ്ഞാലാണ് ഇതിന്റെ ടേസ്റ്റ് കറക്റ്റ് വരുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. നല്ല ടേസ്റ്റ്, തണിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാല് നിങ്ങൾ കേക്ക് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതിനുശേഷം നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് മുന്നോട്ട് ഉണ്ടാകണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ബൈ.